അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില ആളുകൾ വിചാരിച്ചത് ഒരുപാട് മോതിരം കയ്യിൽ ധരിച്ചാൽ അവന് വലിയൊരു ഔലിയാന്നാണ്. അത്തരം മോതിരം ധരിച്ച ആളുകളെ വലിയൊരു ഒലിയാണെന്ന് തെറ്റിദ്ധരിച്ച് ധാരാളം ആളുകൾ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നൽകുകയും അദ്ദേഹം എന്താണോ പറയുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്ന, അദ്ദേഹത്തിനെ ഒരു ഒലിയായി അംഗീകരിക്കുന്ന അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഒലി എന്ന് പറഞ്ഞാൽ ധാരാളം മോതിരം ധരിക്കലോ അല്ല ബാഹ്യമായിട്ടുള്ള ചില വിഷയത്തിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ നമ്മൾ ഒരു ഒലി എന്ന് പറയൽ? അല്ല. മോതിരം, വെള്ളിയുടെ ഒരു മോതിരം ധരിക്കൽ വിശ്വാസിലെ മാത്രങ്ങൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, സുന്നത്താണ്. ഒരു മോതിരം, വെള്ളിയുടെ ഒരു മോതിരം. അതല്ലാതെ സ്വർണവും വെള്ളിയും പുരുഷന്മാർക്ക് ഹറാമാണ്. പട്ടുവസ്ത്രം, സ്വർണം, വെള്ളി മുതലായവയൊക്കെ പുരുഷന്മാർക്ക് ഹറാമാണല്ലോ. അപ്പോൾ സ്വർണത്തിൻ്റെ മോതിരം ധരിക്കുന്നവരുണ്ട്. ഒരു നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇസ്ലാം അത് കർശനമായി നിരോധിച്ച വിഷയമാണ്. അതേപോലെ തന്നെ ഇന്ന് ചില ചെറുപ്പക്കാരൊക്കെ സ്വർണത്തിൻ്റെ ചെയിന് ധരിക്കുന്നതായി കാണാം, സ്വർണത്തിൻ്റെ മാല. അല്ലാഹു തആല നമുക്ക് മുതൽ നൽകി. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മെ ഒരുപാട് വേണ്ടാത്തരത്തിലേക്കും നാശത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല തന്ന മുതൽ, ആ മുതൽ എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയുന്നില്ല. എത്ര പട്ടിണി പാവങ്ങളാണെന്നുള്ളത്. ഒരു ഭാഗത്ത് ധാരാളം കഷ്ടതകൾ അനുഭവിച്ച് എങ്ങനെ ജീവിക്കണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്താണ് വഴി എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ധാരാളം പാവങ്ങളുണ്ട്. അവരൊന്നും നമുക്കറിയുന്നില്ല. അതേസമയത്ത് അല്ലാഹു തആല മുതൽ കൊണ്ട് ചെറിയൊരു നിഅമത്ത് തന്നപ്പോൾ അതിനെ എങ്ങനെ ചെലവഴിക്കണമെന്നറിയുന്നില്ല. അതാണ് മറുഭാഗത്ത്. ആ സമയത്താണ് ഇസ്ലാം എന്നോട് എന്താണ് കൽപ്പിച്ചത്, മുതൽ തന്നവൻ ആരാണ്, ഇതിനെ ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, ഇതിൻ്റെ ഇസ്ലാമിക വശങ്ങളെന്താണ്, നിയമങ്ങളെന്താണ് എന്നൊന്നും ചിന്തിക്കാതെ മുതൽ തന്ന റബ്ബിനെ മറന്നുകൊണ്ട് അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത വഴിയിൽ ചെലവഴിക്കുക, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെക്കുക, ഇതൊക്കെയും കടുത്ത ഹറാമല്ലേ? ഞാൻ ഇന്ന് പറയുന്നത്, ഏതായാലും ധാരാളം ആളുകൾ സ്വർണവും വെള്ളിയും അതിൻ്റെ മാലകളൊക്കെ ഉണ്ടാക്കി കഴുത്തിൽ ധരിക്കുന്ന, അതൊരു വലിയൊരു നല്ലൊരു പ്രവർത്തനമാണെന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. ചെറുപ്പക്കാരൊക്കെയും കഴുത്തിൽ സ്വർണ്ണ ചെയിൻ ധരിക്കുന്നത് ഹറാമാണ്. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള അരികിലേക്ക് നജ്റാനിൽ നിന്നൊരാൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ ഒരു മോതിരമുണ്ടായിരുന്നു. ഫഅറള അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ തൊട്ട് മുഖം തിരിച്ചു. വിശ്വാസ തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സുബ്ഹാനല്ലാഹ്. അന്ന് വിശ്വാസ തങ്ങൾ പറയാണ്, ഇന്നക ജിഅ്തനി വഫി യദിക ജംറത്തും മിൻ നാർ. നീ ഒരു തീക്കനലുമായിട്ടാണല്ലോ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അഥവാ ഒരു സ്വർണത്തിൻ്റെ മോതിരം എന്നുള്ളത് ഒരു തീയുടെ കനൽ, ഒരു നരകത്തിൻ്റെ ഒരു ഭാഗമാണത് എന്നാണ് വിശ്വാസ മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു സ്വഹാബി വിശ്വാസ മതങ്ങൾ അരികിലേക്ക് സ്വർണത്തിൻ്റെ മോതിരമായി വന്നപ്പോൾ ആ മോതിരത്തിനെ വിശ്വാസ മതങ്ങൾ ഊരിക്കൊണ്ട് അതിനെ വലിച്ചേറി കൊടുക്കുകയാണ്, അത് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രത്തോളം ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കാത്തൊരു വിഷയമാണ് സ്വർണം ധരിക്കുക എന്നുള്ളത്. ഇത് പുരുഷന്മാർ ശരിക്കും അറിയുകയും സ്വർണത്തിൻ്റെ അംശം പോലും മറ്റുള്ള വസ്തുവിലേക്ക് സ്വർണം ചേർത്തത് പോലും പുരുഷന്മാർക്ക് അനുവദനീയമല്ല. സ്വർണം ധരിക്കാൻ സ്ത്രീകൾക്കത് അനുവദനീയമാണ്. എന്നാൽ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ പാടില്ല, ഹറാമാണ്. ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ മോതിരത്തിനെ വലിച്ചെറിഞ്ഞതിന് ശേഷം വിശ്വാസമാ തങ്ങൾ പോയപ്പോൾ മറ്റുള്ള സഹാബികൾ ആ മനുഷ്യനോട്, ആ സഹാബിയോട് പറയുകയാണ്, ഖുദ് ഖാത്തമക ഇൻതഫി ബിഹ്, നീ ആ മോതിരം എടുത്തോ, ആ മോതിരം നിനക്ക് എടുത്തൂടെ, എടുത്തിട്ട് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാം, നിന്റെ പെൺകുട്ടികൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ അതുകൊണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും നിനക്ക് ഒരു ഉപകാരം എടുക്കാമല്ലോ, അതുകൊണ്ട് നീ അതിനെ പിടിച്ചോ, അതിനെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി പറഞ്ഞത്, വല്ലാഹി ലാ ആഖുദുഹു, ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം, ഞാനത് ഇനി എടുക്കൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം എൻ്റെ കയ്യിൽ നിന്ന് അതിനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എടുക്കൂല. അതാണ് ഈമാൻ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരെ, നാം പരമാവധി സ്വർണം, വെള്ളി, അതുപോലെ തന്നെ പട്ടുവസ്ത്രം, ഇതൊക്കെ പുരുഷന്മാർക്ക് ഹറാമാക്കിയ വിഷയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ധരിക്കാൻ പാടില്ല എന്നുള്ളത് നാം ഒരു ഉറച്ച തീരുമാനമുണ്ടാവണം. അതേസമയത്ത് വെള്ളിയുടെ ഒരു മോതിരം പുരുഷന്മാർക്ക് ധരിക്കൽ സുന്നത്തും കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ സർവ്വ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.